ഒരു ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് നിങ്ങളുടെ കാർ നിങ്ങളെ സംരക്ഷിക്കുമോ? നിങ്ങൾക്കതിൽ ഉറപ്പുണ്ടോ? കാരണം ഇന്ത്യയിൽ നിലവിലിറങ്ങിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളിൽ ഗ്ലോബൽ എൻകാപ്പിൽ നടത്തിയ ടെസ്റ്റുകളിൽ പൂർണ്ണമായിട്ടും 4 സ്റ്റാർ അല്ലെങ്കിൽ 5 സ്റ്റാർ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്. ഒരേ ഒരു ബ്രാൻഡേ നമുക്കതിൽ പറയാൻ പറ്റുള്ളൂ. കാരണം ഇറക്കുന്ന കാറുകളോ SUV ഏതോ ആയിക്കോട്ടെ, ഈ വാഹനങ്ങൾക്കെല്ലാം എബോവ് 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടുന്ന ഒരേ ഒരു ബ്രാൻഡേ ഉള്ളൂ. അത് ടാറ്റ മോട്ടോഴ്സ് ആണ്. ടാറ്റയുടെ എല്ലാ കാറും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇപ്പൊ പഞ്ച്, നെക്സോൺ, ഹാരിയർ, സിയറ, ഇപ്പൊ ഇറങ്ങിയ വാഹനങ്ങൾ, അതുപോലെ പണ്ട് ഇറങ്ങിയിട്ടുള്ള ടിയാഗോ ടിഗോർ ഒക്കെ ആണെങ്കിൽ 4 സ്റ്റാറും, നെക്സോൺ, പഞ്ച് ഇതൊക്കെ 5 സ്റ്റാർ റേറ്റിംഗും ആണ് കിട്ടുന്നത്. ഈ 5 സ്റ്റാർ റേറ്റിംഗ് ചൈൽഡിനും ഉണ്ട്, അതുപോലെ തന്നെ അഡൽട്ട് ഒക്യുപ്പൻസിനും ഉണ്ട്. എങ്ങനെയാണ് ടാറ്റ ഈ ഒരു 5 സ്റ്റാർ റേറ്റിംഗ് അല്ലെങ്കിൽ ഇത്രയും സേഫ്റ്റി എങ്ങനെ ടാറ്റ നേടിയെടുക്കുന്നു? അപ്പോൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ഇതൊക്കെ ഒരു ടാറ്റയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്, അവർ പരസ്യം നൽകുകയാണെന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. മറ്റു പല കമ്പനികൾ പറയുന്നതോ അല്ലെ പല വീഡിയോസിലും നമ്മൾ അതൊക്കെ കേൾക്കാറുണ്ട്. പക്ഷെ ഇത് ശരിക്കും ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒന്നുമല്ല, ഇത് ശരിക്കും ഒരു എഞ്ചിനീയറിംഗ് തന്നെയാണ്. കാരണം ഒരു വാഹനം ഇടിക്കുന്ന സമയത്ത് അതിൻ്റെ ഏത് ഭാഗമാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഭാഗം? വാഹനത്തിന്റെ മുന്നിലുള്ള ഭാഗം, നമ്മുടെ ക്യാബിൻ കഴിഞ്ഞ് മുന്നിലേക്കുള്ള ഭാഗമുണ്ട്, അതുപോലെ തന്നെ പുറകിലേക്കുള്ള ഭാഗമുണ്ട്. ഈ ഭാഗത്തിന് എന്തെങ്കിലും സംഭവിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള ആ ക്യാബിൻ, പാസഞ്ചർ ക്യാബിൻ ഉണ്ടല്ലോ, ആ സെല്ല്, ഈ ഭാഗം ഒരിക്കലും നശിക്കാൻ പാടില്ല. അവിടെ പൊട്ടാനോ അത് ഉള്ളിലേക്ക് തകരാനോ ഒന്നും പാടില്ല. ഇതാണ് ഒരു സേഫ് ആയിട്ടുള്ള ഒരു കാർ എന്ന് നമുക്ക് പറയാൻ പറ്റുക. ടാറ്റ നിർമ്മിക്കുന്ന കാറുകളുടെ എല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ഈ പാസഞ്ചർ ക്യാബിൻ വളരെയധികം സ്ട്രോങ് ആയിരിക്കും. എങ്ങനെയാണ് ഈ സ്ട്രോങ് ആക്കി അവരിത് നിർമ്മിക്കുന്നത്? അവരതിനു വേണ്ടിയിട്ട് ടാറ്റയുടെ എഞ്ചിനീയേഴ്സ് ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, കാറ് തകരാം പക്ഷെ പാസഞ്ചർ സെല്ല് ഒരിക്കലും തകരില്ല. ഈ ഒരു സ്ട്രാറ്റജിക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന കാര്യം, ഇതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആണ് ഈ ക്യാബിൻ അല്ലെങ്കിൽ ഈ പാസഞ്ചർ സെല്ല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഹൈ സ്ട്രെങ്ത് സ്റ്റീലാണ്. ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്റ്റീലുകളുണ്ട്, എല്ലാവരും സ്റ്റീൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് വാഹനങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിന് വാഹനം ഇടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സൈഡിൽ നിന്ന് ഒരു ഇമ്പാക്റ്റ് കിട്ടുന്ന സമയത്തോ ആ വരുന്ന ലോഡിനെ പൂർണ്ണമായിട്ടും നമ്മുടെ ഷെല്ലിന് പ്രതിരോധിക്കാൻ പറ്റണം. അത്തരത്തിലുള്ള ഒരു ഷെല്ല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇമ്പാക്റ്റ് വരുന്നത് ഒരിക്കലും ഫ്രണ്ടിൽ നിന്ന് മാത്രമായിരിക്കില്ലല്ലോ. ഈ നമ്മുടെ റൂഫ് റെയിൽസ് ഒക്കെ എന്തായിരിക്കണം? സ്ട്രോങ് ആയിരിക്കണം. അത് റൂഫ് റെയിൽസ് സ്ട്രോങ് ആയിരിക്കണം. അതുപോലെ തന്നെ പില്ലേഴ്സും എന്തായിരിക്കണം? സ്ട്രോങ് ആയിരിക്കണം. ആ ഷെല്ലിന്റെ എല്ലാ ഭാഗങ്ങളും ഫുൾ ഫിറ്റ് ആയിട്ടുള്ള ഒരു ഷെല്ലായിരിക്കണം. അപ്പം മാത്രമേ നമുക്ക് ഈ സേഫ്റ്റി എന്നുള്ള ഒരു കാര്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ ക്രാഷ് ടെസ്റ്റ് നടക്കുന്ന സമയത്ത് ഈ വാഹനത്തിന്റെ ഫ്രണ്ട് ഭാഗം തകർന്നു പോകും. ഒരിക്കലും ഒരു ഇടിക്കുന്ന സമയത്ത് വാഹനം പൂർണ്ണമായിട്ടും അതുപോലെ തന്നെ നിൽക്കില്ല. ഒരു വാഹനം പോയിട്ട് എവിടെയെങ്കിലും ഇടിക്കുന്ന സമയത്ത് ആ വാഹനത്തിന് ഒന്നും സംഭവിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറ്റുക? അതിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്ക് പരിക്ക് പറ്റും. കാരണം ആ ഒരു മതിലിൽ പോയി ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇടിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഫുൾ മൊമെന്റും ഈ ആളുകളുടെ ദേഹത്താവും പ്രതിഫലിക്കുക. ആളുകൾ നേരെ പോയിട്ട് വണ്ടിയുടെ മറ്റു ഭാഗങ്ങളിൽ തലയിടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ ഇവിടെയൊക്കെ തട്ടിയിട്ട് മൊത്തം വലിയ പരിക്ക് വരും. പക്ഷെ വാഹനത്തിന്റെ മുൻഭാഗം പിൻഭാഗമൊക്കെ ഉണ്ടല്ലോ. അപ്പം ഒരു കാറാണെന്നുണ്ടെങ്കിൽ കാറിന്റെ മുൻഭാഗത്ത് നമ്മൾ പറയുന്ന ഒരു പേര്, ഒരു സേഫ്റ്റിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ ക്രംബിൾ സോൺ എന്ന് പറയും. ക്രംബിൾ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഈ വാഹനം എവിടെയെങ്കിലും പോയി ഇടിക്കുക അല്ലെങ്കിൽ വാഹനത്തിന് വേറെ എന്തെങ്കിലും വന്ന് ഇടിക്കുന്ന സമയത്ത് ആ വരുന്ന ഒരു ഫോഴ്സ്, ഒരു ഇടി നടക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വലിയൊരു ഫോഴ്സ് വന്ന് ഹിറ്റ് ചെയ്യാണല്ലോ ചെയ്യുന്നത്. അത്രയും വലിയൊരു വാഹനം വരുമ്പോൾ അതിൻ്റെ ഒരു ഫോഴ്സ് അവിടെ വരികയാണ്. ഈ ഫോഴ്സിനെ മുന്നിലുള്ള ഭാഗം പൂർണ്ണമായിട്ടും ആഗിരണം ചെയ്യണം. അത് അബ്സോർബ് ചെയ്തിട്ട് ഷെല്ലിലേക്ക് എത്താതെ നോക്കണം. അതിനുള്ള ഒരു ഭാഗമാണ് ക്രംബിൾ സോൺ. ഈ ക്രംബിൾ സോൺ എന്താ ചെയ്യുക? നമ്മളിപ്പോൾ ഹൈറ്റിൽ നിന്ന് ചാടുകയാണ്, നമ്മളൊരു മതിലിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുകയാണെങ്കിൽ നേരെ ഒരു കോൺക്രീറ്റ് ചെയ്ത തറയിലേക്കാണ് നമ്മൾ ചാടുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? നേരെ നമ്മുടെ കാലിനൊക്കെ അപകടം വരാൻ സാധ്യതയില്ലേ? നമ്മൾ ചാടുന്ന സമയത്ത് കാലിന്റെ എല്ല് പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ അവിടെ കുറച്ച് മണലാണെങ്കിലോ, നമ്മൾ നേരെ ചാടുമ്പം എങ്ങനെ കുറച്ച് ഹൈറ്റിൽ നിന്ന് ചാടിക്കഴിഞ്ഞാലും നമ്മളെ കാലിന് പരിക്ക് പറ്റുമോ? നമ്മൾ വരുന്ന ആ ഫോഴ്സ് മുഴുവൻ എവിടെ പോകും? ഈ മണലിലേക്ക് അങ്ങോട്ട് ആഗിരണം ചെയ്തു പോകും. ഇനി മണലല്ല, അവിടെ കുറച്ച് ഹൈറ്റിൽ നല്ല തുണി വെച്ചാൽ മതി, അല്ലെങ്കിൽ സ്പോഞ്ച്, എന്തെങ്കിലും കുറച്ച് ഹൈറ്റിൽ സ്പോഞ്ച് വെച്ചു, അല്ലെങ്കിൽ ഒരു ബലൂൺ വെച്ചു. ഇതൊക്കെ ആയാൽ എന്താ സംഭവിക്കുക? നമ്മൾ അങ്ങോട്ട് ചാടുന്ന സമയത്ത് ആ അടിയിലിരിക്കുന്ന ബലൂണോ സ്പോഞ്ചോ വലിയ തുണിയോ എന്തോ ആയിക്കോട്ടെ,
ആ തുണി അടിയിലേക്ക് ചുരുങ്ങും. ആ ചുരുങ്ങുന്ന സമയത്ത് സംഭവിക്കുന്നത്, നമ്മൾ താഴേക്ക് ചാടുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ നിന്ന് വരുന്ന ആ മുഴുവൻ ഫോഴ്സും ആ തുണി, താഴെ വെച്ച തുണിയോ സ്പോഞ്ചോ അത് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേ രീതിയിൽ തന്നെ വാഹനം ഇടിക്കുന്ന സമയത്ത് ഈ ഫ്രണ്ടിലുള്ള ക്രംബിൾ സോണ് തകരും. ഈ തകരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവിടെ വരുന്ന ആ പൂർണ്ണമായിട്ടുള്ള ഫോഴ്സ് ഈ ക്രംബിൾ സോൺ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സൈഡിലേക്കാണ് പോവുക, ഒരിക്കലും ഷെല്ലിലേക്ക് വരില്ല. ആ രീതിയിലാണ് ടാറ്റ ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു ആക്സിഡന്റ് നടക്കുമ്പോൾ ആ ഫോഴ്സ് പൂർണ്ണമായിട്ടും ഫ്രണ്ടിൽ തന്നെ തീരും. അതൊരിക്കലും ക്യാബിനിലേക്ക് വരാതെ ഉള്ളിലുള്ള പാസഞ്ചേഴ്സിനെ ഈ ടാറ്റ കാറുകൾ പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ ഈ ക്രംബിൾ സോൺ എല്ലാ വാഹനത്തിനും ഉണ്ട്. പക്ഷെ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ചിലപ്പം ടാറ്റയുടെ ഒരു കാറും വേറെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒരു കാറ്, അത് രണ്ടും ഇടിച്ച സമയത്ത് മറ്റു വാഹനത്തിന്റെ ഫ്രണ്ടിലെ ഭാഗം പൂർണ്ണമായിട്ട് ബോണറ്റൊക്കെ തകർന്നടിഞ്ഞിട്ട് പില്ലറൊക്കെ ചിലപ്പം ചെറുതായിട്ട് ഉള്ളിലേക്ക് ബെൻഡായിട്ടുണ്ടായിരിക്കും. പക്ഷെ ടാറ്റയുടെ ബോണറ്റിന്റെ അവിടെ ചെറിയൊരു ചളുക്കം, അല്ലെങ്കിൽ ആ ഹെഡ്ലൈറ്റിന്റെ ആ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പൊ പലപ്പോഴും പറയാറുണ്ട് അത് ആ വാഹനത്തിന്റെ ക്രംബിൾ സോൺ ആണ് തകർന്നത്. പക്ഷെ അതിലുള്ള ആളുകൾക്ക് പരിക്കും പറ്റിയിട്ടുണ്ടായിരിക്കും. ടാറ്റയുടേതാണെങ്കിൽ തകർന്നിട്ടില്ല. ഈ ക്രംബിൾ സോൺ എന്ന് പറയുമ്പോൾ അതിനും ഒരു സ്ട്രെങ്ത് വേണം. ഒരു പൂച്ച വന്ന് തട്ടിക്കഴിഞ്ഞാലും ക്രംബിൾ സോൺ തകരുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ക്രംബിൾ സോൺ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വാഹനം ഇടിക്കുന്ന സമയത്ത് വരുന്ന ഫോഴ്സ് വലിയൊരു ഫോഴ്സാണ്. അത്തരത്തിലുള്ള ഒരു ഫോഴ്സ് വരുന്ന സമയത്ത് മാത്രമേ ഈ ഒരു ക്രംബിൾ സോൺ തകരേണ്ട ആവശ്യമുള്ളൂ. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ടാറ്റ ഈ വാഹനങ്ങൾ ഡിസൈൻ ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് സർവീസുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ ടാറ്റ കേൾക്കുന്നതാണ്. നമ്മൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും പല ഫോറങ്ങളിലൊക്കെ കേൾക്കാറുണ്ട് ടാറ്റയുടെ സർവീസ് പ്രശ്നം, അങ്ങോട്ട് പ്രശ്നം ഇങ്ങോട്ട് പ്രശ്നം, വണ്ടി എടുത്തു കഴിഞ്ഞാൽ പെട്ടു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എന്നിട്ടും ഇത്രയൊക്കെ കാര്യങ്ങൾ കേട്ടിട്ടും ടാറ്റയുടെ നെക്സോൺ, പഞ്ച്, ടിയാഗോ ഇങ്ങനെയുള്ള വാഹനങ്ങൾ ലക്ഷക്കണക്കിന് വിറ്റുപോയി കൊണ്ടേയിരിക്കുകയാണ്. പാരമ്പര്യമായിട്ട് ഒരു സ്ഥാനം പിടിച്ചടക്കിക്കൊണ്ടിരുന്ന വാഹന കമ്പനികളുടെ കുത്തകകളെല്ലാം തകർത്തുകൊണ്ട് ടാറ്റയുടെ വാഹനങ്ങൾ ആളുകൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വാങ്ങിക്കുന്നത്? അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ വലിയൊരു ഘടകം തന്നെയാണ്. കാരണം നമ്മുടെ റോഡിൽ ഇപ്പം നിരവധി വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വാഹന പെരുപ്പം തന്നെയാണ്. അപ്പൊ അപകടത്തിനൊക്കെയുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെ റോഡുകളിൽ നടക്കുന്ന പല അപകടങ്ങളും കാണുന്ന സമയത്ത് അല്ലെങ്കിൽ വാർത്തകൾ കേൾക്കുന്ന സമയത്ത് അവിടെയെല്ലാം ടാറ്റ കാറുകൾ ലോറിക്കൊക്കെ ഇടിച്ചിട്ടും ഒരു പ്രശ്നം പറ്റാതെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിലെ ഡ്രൈവർ അതിൽ ഇറങ്ങി പുറത്ത് കസേരയിട്ട് ഇരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ വിപ്ലവകരമായ മാറ്റത്തിന് ടാറ്റയെ സഹായിച്ചിട്ടുള്ളത്. ഇതിനെല്ലാം ഫോളോ ചെയ്തുകൊണ്ട് നമുക്കറിയാം മറ്റു പല വാഹന കമ്പനികളും, പ്രമുഖ കമ്പനികളൊന്നും എന്ത് ചെയ്തിരുന്നില്ല, ഈ ഒരു സേഫ്റ്റിക്ക് യാതൊരു തരത്തിലുള്ള പ്രാധാന്യം നൽകിയിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഇറങ്ങുന്ന വാഹനങ്ങളോ, ഇപ്പൊ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം, സ്വിഫ്റ്റ് ഡിസയർ എന്ന് പറയാൻ പാടില്ല, ഇപ്പൊ മാരുതി സുസുക്കിയുടെ ഡിസയർ കാറൊക്കെ 5 സ്റ്റാർ റേറ്റിംഗോട് കൂടിയിട്ടാണ് വരുന്നത്. അതുപോലെ വിക്ടോറിയസ് വരുന്നതും 5 സ്റ്റാർ റേറ്റിംഗോട് കൂടിയിട്ടാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു മാറി ചിന്തിക്കാനുള്ള കാരണമായത്? ഇന്ത്യക്കാർക്കും എന്ത് തന്നെ വേണം, ഇന്ത്യക്കാർക്ക് സേഫ്റ്റി വേണം, ഇന്ത്യയിലുള്ള ആളുകൾക്ക് സേഫ് ആയിട്ടുള്ള കാറുകൾ തന്നെ വേണം എന്നുള്ള ഒരു ചിന്ത ടാറ്റ കൊണ്ടുവന്നു. ഇപ്പം ബാക്കിയുള്ള കമ്പനികൾ എന്ത് ചെയ്യാൻ തുടങ്ങി, അതിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. കാരണം അത് നിർബന്ധമായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പണ്ട് നമുക്ക് അത്രയും ഓപ്ഷൻ ഇല്ലായിരുന്നു. നമ്മൾ കിട്ടുന്ന കാറ് വാങ്ങി ഓടിക്കും, ഇടിച്ചു കഴിഞ്ഞാൽ അത് പപ്പടം പോലെ പൊടിഞ്ഞു പോകും, അതായിരുന്നു കണ്ടീഷൻ. പക്ഷെ ഇവിടെ ഇങ്ങനത്തെ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ പറഞ്ഞത് ഷെല്ലിന്റെ കാര്യം പറഞ്ഞു. ഇനി ഷെല്ല് മാത്രം മതിയോ? ഷെല്ലിന്റെ ഉള്ളിൽ എന്ത് വേണം? എയർ ബാഗുകൾ വേണം. അപ്പൊ വെറുതെ ഒരു വണ്ടിയുടെ ഉള്ളിൽ കുറെ എയർ ബാഗ് കുത്തി നിറച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു സേഫ് ആയിട്ടുള്ള കാറാവില്ല. സേഫ് ആയിട്ടുള്ള കാറാവണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഷെല്ല് ആദ്യം എന്തായിരിക്കണം? സ്ട്രോങ് ആയിരിക്കണം. ഷെല്ല് സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എയർ ബാഗ് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എയർ ബാഗ് ഒരിക്കലും സേഫ്റ്റിനെ ബാധിക്കുന്ന വലിയൊരു ഘടകമല്ല. എയർ ബാഗ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓട്ടോറിക്ഷയുടെ ഉള്ളിൽ എയർ ബാഗ് വെച്ചിട്ട് കാര്യമുണ്ടോ? വണ്ടി മൊത്തം ചുളുങ്ങി പോകുമ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ എയർ ബാഗ് ഉണ്ടായിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് പല വാഹനങ്ങളും എയർ ബാഗ് വെച്ച വാഹനങ്ങളായിരിക്കും. പക്ഷെ ഒരു തട്ടുന്ന സമയത്ത് വണ്ടി മൊത്തം ഈ ഒരു 5 മീറ്റർ നീളമുള്ള വണ്ടി വന്നിട്ട് 1.5 മീറ്റർ ആയിരിക്കും. പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. ആദ്യം ഷെല്ല് സ്ട്രോങ് ആവണം, അതിന്റെ ശേഷം അതിൻ്റെ ഉള്ളിൽ എയർ ബാഗുകൾ വേണം. ഈ എയർ ബാഗുകൾ എന്തിനാണ്? വാഹനം ഇടിക്കുന്ന സമയത്ത് പാസഞ്ചേഴ്സ് ആ ഒരു മൊമെന്റത്തിൽ എന്ത് ചെയ്യും? മുന്നോട്ട് നീങ്ങും, അല്ല മുന്നോട്ട് നമ്മൾ തെറിക്കും. ആ തെറിക്കുന്ന സമയത്ത് നമ്മൾ തലയ്ക്ക് അവിടെയും സ്റ്റിയറിങ്ങിലോ മറ്റു ഭാഗത്തൊക്കെ പോയി ഇടിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അങ്ങനെ ഇടിക്കുമ്പോൾ നമുക്ക് പരിക്ക് പറ്റും. ഇത് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എയർ ബാഗുകൾ വെക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ
ആ ഒരു ഫോഴ്സിനെ മൊത്തം ആ എയർ ബാഗ് അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് പ്രശ്നങ്ങൾ വരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് സീറ്റ് ബെൽറ്റ് എന്ത് ചെയ്യണം? സീറ്റ് ബെൽറ്റ് സ്ട്രോങ് ആയിരിക്കണം. ടാറ്റയുടെ സീറ്റ് ബെൽറ്റ് ഒക്കെ വെരി സ്ട്രോങ് ആണ്. പല വീഡിയോകളിലോ അല്ലെ വാർത്തകളിലോ കേട്ടിട്ടുണ്ടായിരിക്കും ആക്സിഡന്റ് നടന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് പൊട്ടിപ്പോയി എന്നുള്ളത്. അതൊക്കെ എത്രത്തോളം വലിയൊരു അപകടമാണെന്ന് ആലോചിച്ച് നോക്കാം. സീറ്റ് ബെൽറ്റ് നല്ല സ്ട്രോങ് ആയിരിക്കണം. പിന്നെ ടാറ്റയുടെ വേറൊരു കാര്യം എന്ന് പറയുന്ന സമയത്ത് ടാറ്റ ഈ എയർ ബാഗുകൾ മറ്റു പല കമ്പനികളും ആദ്യമൊക്കെ എയർ ബാഗ് അവരുടെ ഹൈ എൻഡ് മോഡലുകളിൽ മാത്രമേ നൽകിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ടാറ്റ എന്താ ചെയ്യുന്നത്? ടാറ്റയുടെ പുതിയ പഞ്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബേസ് വേരിയന്റ് മുതൽ തന്നെ 6 എയർ ബാഗ് കൊടുക്കുകയാണ്. കർട്ടൻ എയർ ബാഗ് ഉൾപ്പെടെ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ കൊടുക്കുകയാണ്. ഈ സേഫ്റ്റി വിട്ടിട്ടൊരു പരിപാടി ടാറ്റയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇനി ക്രാഷ് ടെസ്റ്റിൽ ടാറ്റ 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ നേടുന്നത് എവിടെയാണെന്നും കൂടെ നമ്മൾ നോക്കണം. ഗ്ലോബൽ ടെസ്റ്റിംഗിലാണ്, ഗ്ലോബൽ എൻകാപ്പ് ടെസ്റ്റിംഗിലാണ് ഈ 5 സ്റ്റാർ റേറ്റിംഗ് ടാറ്റ നേടിയിട്ടുള്ളത്. ഇപ്പം ഭാരത് എൻകാപ്പും ഉണ്ട്, പക്ഷെ അവിടെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ ഭാരത് എൻകാപ്പിൽ ടെസ്റ്റ് ചെയ്ത പല വാഹനങ്ങളും ഗ്ലോബൽ എൻകാപ്പിലേക്ക് പോകുമ്പം ഇവിടെ കിട്ടിയ അത്ര സ്റ്റാർ റേറ്റിംഗ് ഗ്ലോബൽ എൻകാപ്പിൽ കിട്ടാത്തൊരവസ്ഥയൊക്കെ ടാറ്റ ഈ വാഹനങ്ങളൊക്കെ ഗ്ലോബൽ എൻകാപ്പ് ടെസ്റ്റ് ചെയ്ത് ക്രാഷ് ടെസ്റ്റ് നടത്തിയിട്ടാണ് 5 സ്റ്റാർ റേറ്റിംഗോട് കൂടിയിട്ട് നമുക്ക് തരുന്നത്. അപ്പൊ ടാറ്റ ഒരു സേഫ് ആയിട്ടുള്ള കാർ നിർമ്മിക്കാനായിട്ട് ആദ്യം ശ്രദ്ധിക്കുന്ന കാര്യം അവരുടെ ബോഡി സ്ട്രോങ് ആയി നിർമ്മിക്കുക എന്നുള്ളത് മാത്രമാണ്. വേറെ ഉള്ളതൊക്കെ അതിന്റെ പുറമെ വരുന്ന സേഫ്റ്റി കാര്യങ്ങളാണ്. അത് മറ്റു വാഹനങ്ങളിലും ഉണ്ടാവും, സീറ്റ് ബെൽറ്റ്, എയർ ബാഗ് ഒക്കെ. പക്ഷെ ടാറ്റയുടെ ബോഡി അവരെന്തായിരിക്കും അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ സ്ട്രോങ് ആയിട്ട് നിർമ്മിക്കും. അതുകൊണ്ട് സേഫ് ആവുന്നതിന്റെ കൂടെ ചില പ്രശ്നങ്ങളും ഉണ്ട്. പ്രശ്നങ്ങൾ മീൻസ് നമ്മുടെ വാഹനത്തിന്റെ വെയിറ്റ് കൂടും. ഇത്രയും സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു ഷെല്ല് വരുമ്പോൾ വണ്ടിയുടെ ഭാരം കൂടും. ഭാരം കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വാഹനത്തിന്റെ മൈലേജ് കുറയും. മൈലേജ് കുറയാനുള്ളൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് ടാറ്റയുടെ കാറുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കുറച്ച് മൈലേജ് മറ്റു വാഹനങ്ങളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറവായിരിക്കും. പല കമ്പനികളും എന്താ ചെയ്യുന്നത്? മൈലേജ് കൂട്ടാൻ വേണ്ടിയിട്ട് വളരെ ഈ ഫ്രെയിമിന്റെ ബാക്കിയുള്ള വെയിറ്റ് ഒക്കെ ഏകദേശം ഈക്വൽ ആയിരിക്കും. എഞ്ചിന്റെ വെയിറ്റ് ആണെന്നുണ്ടെങ്കിലും ട്രാൻസ്മിഷൻ സിസ്റ്റം ഇതൊക്കെ എല്ലാത്തിനും വലിയ വ്യത്യാസമൊന്നും വരില്ല. പക്ഷെ ഈ ഫ്രെയിമിന്റെ വെയിറ്റിലാണ് മൈലേജ് കൂട്ടാൻ വേണ്ടിയിട്ട് കമ്പനികൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. ഫ്രെയിമിന്റെ വെയിറ്റ് കുറയ്ക്കും, അപ്പം മൈലേജ് കൂടും. അതുകൊണ്ട് തന്നെയാണ് വണ്ടി തട്ടുന്ന സമയത്ത് ഫ്രെയിമൊക്കെ ചുളുങ്ങി ഉള്ളിലേക്ക് പോവുകയും ചെയ്യുന്നത്. അപ്പൊ ടാറ്റ ഈ ഒരു കാര്യത്തിൽ കുറച്ച് മൈലേജ് കുറഞ്ഞാലും ഈ സേഫ്റ്റിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെയാണ് വാഹനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ടാറ്റ കാറുകളുമായി ബന്ധപ്പെട്ട് സർവീസ് സംബന്ധമായി നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ സേഫ്റ്റിയുടെ കാര്യത്തിൽ യാതൊരു പരാതിയും ഇല്ല. ടാറ്റയുമായി ബന്ധപ്പെട്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ കമന്റ് ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.